നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൗദി പ്രോ ലീഗിലെ കാര്യങ്ങൾ അൽ നസറിന് അനുകൂലമായി വരുന്നതാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ അവർ കുറച്ച് മത്സരങ്ങൾ പൊട്ടി രണ്ടാം സ്ഥാനത്തേക്കും മൂന്നാം സ്ഥാനത്തേക്കും ഒക്കെ വീണിരുന്നെങ്കിൽ ഇപ്പോൾ എതിരാളികൾ ഒന്നൊന്നായി വീണ് അൽ നസറിന് അനുകൂല സാഹചര്യം ഒരുങ്ങുന്ന കാഴ്ച. ഇന്ന് അൽ നസർ അൽ ഖലീജുമായിട്ട് കളിക്കുന്നുണ്ട്. രാത്രി ഇന്ത്യൻ സമയം 12:30 ആ കളി. ഇപ്പോൾ ആ കളിക്ക് മുന്നോടിയായിട്ട് അവർക്കുള്ളൊരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ അൽ അഹ്ലി വോട്ടിയിരിക്കുന്നു. അൽ അഹ്ലി ഇപ്പോൾ 26 കളി 62 പോയിൻറ്റോടെ രണ്ടാമതാണ്. അൽ ഹിലാൽ നേരത്തെ മുന്നോട്ട് കുതിച്ചിരുന്നതാണ്, അവരും പൊട്ടി 25 കളി 61 പോയിൻറ്റ് നിൽക്കുന്നു. അൽ നസറിന് 25 കളി 64 പോയിൻ്റാണ്. ഇന്നത്തെ കളി വിജയിച്ചാൽ 67 പോയിൻറ്റിലേക്ക് എത്തുകയും ഒന്നാം സ്ഥാനം ഒന്നുകൂടി ഉറപ്പിക്കാൻ കഴിയുകയും ചെയ്യും. അൽ അഹ്ലി ഇന്നലെ അൽ ഖാദിസിയയോട് 3-2 പരാജയപ്പെട്ടിരിക്കുന്നത്. മത്സരത്തിൽ ഇവാൻ ടോണിയും അതുപോലെ ആറ്റങ്കാനയും അൽ അഹ്ലിക്ക് വേണ്ടി ഗോളുകൾ അടിച്ചെങ്കിലും കളിയുടെ അവസാന ഘട്ടത്തിൽ മഹനാഷിയുടെ ഗോളിലൂടെ അൽ ഖാദിസിയ വിജയിക്കുകയായിരുന്നു. അവർക്ക് വേണ്ടി അൽ ജുവൈറും അൽ അമ്മാറും ഗോളടിച്ചു. ഒടുവിൽ അൽ മഹനാഷിയുടെ ഗോളാണ് അൽ ഖാദിസിയെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. ഈ 2 ഗോളുകളുണ്ടല്ലോ, അൽ അമ്മാറിൻ്റെ ഗോളും പിന്നെ ഈ വിജയം വന്ന ഗോളും 90 മിനിറ്റിന് ശേഷമാണ് സംഭവിച്ചത്. വലിയ രൂപത്തിലുള്ള ഡ്രാമ കളിക്കളത്തിൽ ഉണ്ടായിരുന്നു. ഇവാൻ ടോണിയുമായിട്ടൊക്കെ പ്രശ്നങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഏതായാലും ഇന്നത്തെ മത്സരം വിജയിക്കുക, ഒന്നാം സ്ഥാനം അരക്കിട്ടുറപ്പിക്കുക, അതാണ് അൽ നസറിൻ്റെ ലക്ഷ്യം. പക്ഷേ അൽ ഖലീജിനെതിരെ കളിക്കാൻ ഇറങ്ങുമ്പോൾ സാദിയ മാനെ ഉണ്ടാകുമോ എന്നുള്ളതാണ് സംശയം. അദ്ദേഹം ഇന്നലെ ട്രെയിനിങ് നടത്തിയിരുന്നെങ്കിലും മെഡിക്കൽ ക്ലിയറൻസ് ഇനിയും ലഭിക്കേണ്ടതുണ്ട്. ഇന്ന് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു ഫൈനൽ തീരുമാനം എടുക്കുക എന്നാണ് സൗദി അറേബ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ലഭ്യമാവുന്ന വിവരപ്രകാരം അവർ ഇന്ന് ഇറക്കാൻ പോകുന്ന പ്ലേയിങ് 11 ഇങ്ങനെയാണ്. ഗോൾ കീപ്പറായിട്ട് ബെൻഡോ, ഡിഫൻസിൽ സിമാക്കനും അലംബ്രിയും, ഇരു പാർശ്വങ്ങളിലായിട്ട് മാർട്ടിനസും സുൽത്താനും, പിന്നെ ഏഞ്ചലോയും ബ്രസോവിച്ചും മധ്യനിരയിൽ ഉണ്ടാവും. ഒപ്പം ഫെലിക്സ് മുന്നേറ്റങ്ങളെ സഹായിക്കാൻ. ഇരു പാർശ്വങ്ങളായിട്ട് ഗരീബും കോമനും, ഗോളടിക്കാൻ അൽ ഹംദാൻ ഈ രൂപത്തിൽ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ പരിക്കേറ്റ് ചികിത്സയിലാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.